السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين. أما بعد. ബഹുമാനവും സ്നേഹവും നിറഞ്ഞ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാമിൽ ഒരാൾ മുഅ്മിനാകണമെങ്കിൽ ഈമാൻ കാര്യങ്ങൾ അവൻ വിശ്വസിക്കുകയും അതനുസരിച്ച് അവൻ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ മുസ്ലിമും മുഅ്മിനുമാകുന്നത്. ഈമാൻ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെ കൊണ്ട്, നബിമാരെ കൊണ്ട് വിശ്വസിക്കുക എന്നുള്ളത്. പരിശുദ്ധമായിരിക്കുന്ന ദീനുൽ ഇസ്ലാം ലോക ജനതക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനും ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച പരിശുദ്ധരാകുന്ന വ്യക്തിത്വങ്ങളാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഭൂമിയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി, ജനങ്ങളെ സത്യപാതയിലേക്ക് നയിക്കാൻ വേണ്ടി അള്ളാഹു 1,00,000-ൽ പരം അംബിയ മുർസലീങ്ങളെ ഈ ലോകത്തിലേക്ക് അയച്ചിട്ടുണ്ട്. ആ എല്ലാ അമ്പിയാക്കളെ കൊണ്ട് വിശ്വസിക്കൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്, മൊത്തത്തിൽ വിശ്വസിക്കൽ. എന്നാൽ 1,00,000-ൽ പരം അമ്പിയാക്കൾ വന്നിട്ടുണ്ടെങ്കിലും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പേരെടുത്തു പറഞ്ഞത് 25 നബിമാരെയാണ്. അതുകൊണ്ട് തന്നെ പേര് പറയപ്പെടാത്ത ലക്ഷക്കണക്കിൽ അമ്പിയാക്കൾ ഉണ്ടാകുമ്പോൾ അവരെ എല്ലാവരെ കൊണ്ടും മൊത്തത്തിൽ വിശ്വസിക്കൽ നമ്മുടെ ബാധ്യതയാണ്, നിർബന്ധമാണ്. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുഅ്മിനാകുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരുപാട് അമ്പിയാക്കൾ പേര് പറയപ്പെടാത്തവരുണ്ട്. ഇന്ന് ലോകത്ത് ഒരുപാട് മതങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ പരിശുദ്ധമായിരിക്കുന്ന, അള്ളാഹു സ്വീകരിച്ച മതം അത് ഇസ്ലാം മതമാണ്. എന്നാൽ മറ്റു മതങ്ങളെ നമ്മളൊന്ന് പഠിക്കുമ്പോൾ ആ മതങ്ങൾ ജനങ്ങളാൽ നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ ജനങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട മതങ്ങളാണ്. അള്ളാഹുവിൽ നിന്നും സ്ഥാപിക്കപ്പെട്ട മതം അത് ഇസ്ലാം മാത്രമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അപ്പോൾ അല്ലാത്ത ഒരുപാട് മതങ്ങൾ, ആ മതങ്ങളുടെ സ്ഥാപകന്മാർ ഇന്ന് അറിയപ്പെടുന്ന അവരുടെ ഒരുപാട് പുണ്യപുരുഷന്മാരാണ്. അപ്പോൾ ഈ പുണ്യപുരുഷന്മാരുടെ ചരിത്രങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ അവർ നല്ല നിലക്ക് ജീവിച്ചവരാണ്. ദുനിയാവിൽ ഒരുപാട് മാറ്റങ്ങൾ അവരുണ്ടാക്കിയവരാണ്. അവരെക്കുറിച്ച് അവരുടെ ആ മതങ്ങളനുസരിച്ച് ജീവിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ വലിയ ബഹുമതിയും ബഹുമാനവുമാണ്. അങ്ങനെ മറ്റു മതങ്ങളെ പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കാണുന്ന ഒരു മതമാണ് ബുദ്ധമതം എന്നുള്ളത്. ബുദ്ധമതത്തിൻ്റെ സ്ഥാപകൻ ഗൗതം ബുദ്ധൻ എന്ന് പറയുന്ന ഒരു പുണ്യപുരുഷനാണ്. അദ്ദേഹത്തിന് ജ്ഞാനോദയമാവുകയും അദ്ദേഹം ഒരു മതത്തെ തന്നെ സ്ഥാപിക്കുകയും ചെയ്തു. എന്നിട്ട് ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്തു എന്നിങ്ങനെ ചരിത്രങ്ങൾ നമുക്ക് കാണാം. മാത്രമല്ല ആ മതത്തിൻ്റെ ആളുകൾ വലിയ പുണ്യപുരുഷനായിട്ടാണ് അദ്ദേഹത്തിനെ കാണുന്നത്. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം, ബഹുമാനപ്പെട്ട ഉസ്താദ് റഹ്മത്തുള്ള ഖാസിമി നമുക്കറിയാം, വലിയ ചിന്തകനും വലിയ പാണ്ഡിത്യമുള്ള, ഖുർആനിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ചിന്തകനാണ് റഹ്മത്തുള്ള ഖാസിമി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം ഈയിടെ കേൾക്കാൻ സാധിച്ചപ്പോൾ ഈ ബുദ്ധമതത്തിൻ്റെ സ്ഥാപകനായ, അല്ലെങ്കിൽ അവർ ബുദ്ധമത സ്ഥാപകൻ എന്ന് അവരുടെ ആളുകൾ പറയുന്ന ഗൗതം ബുദ്ധൻ എന്ന് പറയുന്ന ആ പുണ്യപുരുഷൻ, അദ്ദേഹം കഴിഞ്ഞ കാലത്തിലുണ്ടായ
ഒരു പ്രവാചകനാണോ എന്ന് അദ്ദേഹം ഇങ്ങനെ വിശദീകരിക്കുകയാണ്. ഒരുപാട് തെളിവുകൾ അദ്ദേഹം അതിനു വേണ്ടി നിരത്തുകയാണ്. വ്യക്തമായ, കേൾക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് തെളിവുകൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നതായി നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു നബിയാണ് എന്നല്ല പറയുന്നത്. അത് 100% നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധ്യമല്ല. എന്നാലും ഒരുപാട് മതങ്ങളുടെ സ്ഥാപകന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ അവർ പ്രവാചകന്മാരായിരുന്നുവോ എന്നിടത്തേക്ക് നമ്മുടെ ചിന്ത എത്തിക്കുന്ന നിലക്കുള്ള ഒരുപാട് പഠനങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ആ ഒരു ക്ലിപ്പ്, ആ ഒരു പ്രഭാഷണം കേൾക്കുക. ഇൻഷാ അല്ലാഹ് അങ്ങനെ ചരിത്രാന്വേഷികളായി നമ്മൾ മാറുക. ചരിത്രം പഠിക്കാൻ നാം തയ്യാറാവുക. ചരിത്രം പഠിക്കുമ്പോൾ ഒരുപാട് വിജ്ഞാനങ്ങൾ നമ്മളിലേക്ക് നമുക്കുണ്ടാകും. അല്ലാഹു തആല നല്ലത് പഠിക്കുവാനും നല്ലത് കേൾക്കുവാനും നമുക്കൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ. ശ്രീബുദ്ധൻ മഹാനായ ഒരു പരിഷ്കർത്താവായിരുന്നു എന്ന കാര്യത്തിൽ സെമിറ്റിക് മതങ്ങൾക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഇസ്ലാം വരെ ആ അഭിപ്രായത്തെ അംഗീകരിക്കും. ഖുർആനിൽ പറയപ്പെട്ട പ്രവാചകനാണ് ആയിരിക്കാം യഥാർത്ഥത്തിൽ ശ്രീബുദ്ധൻ എന്ന വീക്ഷണം ഫാദർ ഓഫ് റിലീജിയസ് സ്റ്റഡീസിലെ പ്രധാനിയായ എന്ന പേരിൽ അറിയപ്പെട്ട ഫാദർ ഓഫ് റിലീജിയസ് കമ്പാരിറ്റീവ് സ്റ്റഡീസ് എന്ന പേരിൽ അറിയപ്പെട്ട ആളാണ് ഷെഹ്റസ്ഥാനി. 1080 അദ്ദേഹത്തിന്റെ ജനനം. 1080 ജനിച്ച് 1153 ഷെഹ്റസ്ഥാനിയുടെ മരണം. ഹിജ്റ 467 ജനിച്ച് 548 മരണപ്പെട്ടു. നൈസാപൂർകാരനാണ്. നൈസാപൂരിന്റെ പരിസരത്തുള്ള പ്രദേശമാണ് ഷെഹ്റസ്ഥാൻ. ഇതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്തെന്നാൽ അത് ഇമാം ഗസാലിയുടെ കാലഘട്ടമാണ്. ഈ ഇമാം ഗസാലി 1050 ജനിച്ച് 1111 മരണപ്പെട്ടു. ഇദ്ദേഹം 1080 ജനിച്ചിട്ട് 1153 മരിക്കുന്നത്. അപ്പോൾ 505 ഇമാം ഗസാലി മരിക്കുന്നത്. 548 ഇദ്ദേഹം മരിക്കുന്നത്. കുറച്ച് കൂടുതൽ വയസ്സ്. അപ്പോൾ ഇമാം ഗസാലിയുടെ മുഅസ്സിറാണ്, കാലക്കാരനാണ്. ഏകദേശം ഒരേ പ്രവിശ്യവും. നൈസാപൂർ എന്ന് പറഞ്ഞാൽ അത് ഇമാം ഗസാലിയുടെ കളമാണ് അടിസ്ഥാനപരമായി. മദ്രസത്തുൽ ഇസ്ലാമിയക്ക് അവിടെയും ബ്രാഞ്ച് ഉണ്ട്. ഇമാം ഗസാലിയുടെ കാലത്ത് ഒരു പക്ഷേ ശിഷ്യനോ ഒക്കെ ആവാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും മുസ്ലിം ലോകത്ത് പ്രാമാണിക പണ്ഡിതന്മാരിൽ ഏറ്റവും അംഗീകൃതരായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് താജുദ്ദീൻ അബുൽ ഫതഹ് മുഹമ്മദ് ബിൻ അബ്ദുൽ കരീം ഷെഹ്റസ്ഥാനി എന്ന. പിന്നീട് അദ്ദേഹത്തിന്റെ ജന്മപ്രവിശ്യ പ്രദേശമായ ഷെഹ്റസ്ഥാൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. പേർഷ്യയിലെ അറിയപ്പെട്ട പ്രദേശമാണ് ഷെഹ്റസ്ഥാനി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് വളരെ വലിയൊരു അംഗീകാരം മുസ്ലിം ലോകത്തുണ്ട്. ഞാൻ പറഞ്ഞത് ദി ഫാദർ ഓഫ് റിലീജിയസ് കമ്പാരിറ്റീവ് സ്റ്റഡീസിലെ ഫാദർ, അതിന്റെ പ്രഥമ ഗണനീയൻ എന്നറിയപ്പെടുന്ന ആളാണ് ഷെഹ്റസ്ഥാൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥമാണ് അൽ മിലൽ വന്നിഹൻ എന്ന ഗ്രന്ഥം. അൽ മിലൽ വന്നിഹൻ. ഈ ഗ്രന്ഥത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഗ്രന്ഥം ലോക ഭാഷകളിലെല്ലാം വിവർത്തനം ചെയ്യപ്പെടുകയും ലോകത്ത് മുസ്ലിം അമുസ്ലിം എന്ന വ്യത്യാസമില്ലാതെ റിലീജിയസ് കമ്പാരിറ്റീവ് സ്റ്റഡീസിൽ എല്ലാവരും വായിക്കപ്പെട്ട, എല്ലാ കാലഘട്ടത്തിലും വായിക്കപ്പെട്ട, ഏകദേശം നമ്മളും അവരും തമ്മിൽ 1000 കൊല്ലത്തോളം വ്യത്യാസം. നമ്മൾ 2025 അവർ 1080 ജനിക്കുക. അപ്പൊ നമ്മൾ അവർ തമ്മിൽ വളരെ കുറഞ്ഞ വ്യത്യാസം. ഏകദേശം നമ്മൾ അവർ തമ്മിൽ എത്ര 1000 കൊല്ലത്തെ അകലമുണ്ടെന്ന് പറയാം. അത്രയും പഴഞ്ചപ്രായ പ്രാമാണിക മുസ്ലിം പണ്ഡിതന്മാരുടെ ഉത്തമ നൂറ്റാണ്ടിന് തൊട്ടടുത്ത് ജീവിച്ച മഹാനാണ് താജുദ്ദീൻ അബുൽ ഫതഹ് മുഹമ്മദ് ബിൻ അബ്ദുൽ കരീം എന്ന ഷെഹ്റസ്ഥാനി. മാത്രമല്ല അദ്ദേഹം അശ്അരി സരണി, അഖീദത്തുൽ അശ്അരിയാണ്, ഫിഖ്ഹ് ശാഫിഇയാണ്, സുന്നി സൂഫിയാണ്. അപ്പോൾ ഒരാൾക്ക് നിഷേധിക്കാനില്ല. പാരമ്പര്യ മദ്ഹബുകൾക്കോ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരാളാണ് ഷെഹ്റസ്ഥാനി. അപ്പൊ അദ്ദേഹത്തിന്റെ അൽ മിലൽ വന്നിഹൻ ഈ ഗ്രന്ഥം മുസ്ലിം ലോകം എന്ന് മാത്രമല്ല ലോകം മുഴുവനും ഈ ഗ്രന്ഥം വായിക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഗ്രന്ഥം, ഈ ഗ്രന്ഥത്തെ 1986 യുനെസ്കോ നമുക്ക് മനസ്സിലായത് യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക്കൽ ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ആണ് യുനെസ്കോ. യുനെസ്കോയുടെ സാമ്പത്തിക സഹായത്തോടു കൂടി 1986 ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു, ഫ്രഞ്ചിലേക്കും. അതായത് യുനെസ്കോ ആണ് അതിന് പണം ചെലവാക്കുക. അത് 1000 വർഷം മുമ്പ് ജീവിച്ച ഒരു മുസ്ലിം പണ്ഡിതന്റെ റിലീജിയസ് കമ്പാരിറ്റീവ് സ്റ്റഡീസിൽ അദ്ദേഹം നടത്തിയ പഠനത്തെ പിൽക്കാലഘട്ടത്തിൽ, അതായത് 20-ാം നൂറ്റാണ്ടിൽ അത് ഇംഗ്ലീഷിലേക്കും അതേപോലെ തന്നെ ഫ്രഞ്ചിലേക്കും അത് മൊഴിമാറ്റം നടത്തുന്നത് UN താല്പര്യത്തിലാണ്. അത് യുനെസ്കോ അതിന് എല്ലാവിധ സാമ്പത്തിക സഹായം ഇന്ന് ലോകം മുഴുവൻ വായിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ ഈ അഭിപ്രായം ഉദ്ദേശിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം അതിനെ കൃത്യമായി പറയുന്നത് ഖുർആനിൽ പറയുന്ന ദുൽകിഫിൽ ശ്രീബുദ്ധനായിരിക്കും എന്നാണ്. അതിനൊരു കാരണമുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാരണം വളരെ കൃത്യമായ ലോജിക്ക് അതിൽ കണ്ടെത്തണ്ടേ. ഉത്തരാഖണ്ഡിന്റെയും നേപ്പാളിന്റെയും ഇടയിലുള്ള അതിനിടയിൽ എണ്ണപ്പെട്ട പഴയ ഭാരതത്തിന്റെ ഭാഗമാണ് കപിലവസ്തു. കപിലവസ്തുവിലാണ് ആര് ജനിക്കുന്നത്? ശ്രീബുദ്ധൻ ജനിക്കും. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ശ്രീബുദ്ധൻ ജനിക്കുന്നത് കപിലവസ്തുവിലാണ്. കപിലവസ്തു എന്നാൽ പഴയ ഇന്ത്യയുടെ ഭാഗം. ഇപ്പോൾ നേപ്പാളിലാണ് ഉത്തരാഖണ്ഡിന്റെയും അതേപോലെ നേപ്പാളിലെ ഇടയ്ക്കുള്ള ഒരു പ്രദേശമാണ് കപിലവസ്തു. ഈ കപിലവസ്തു ആയിരിക്കാം കിഫിൽ എന്നാണ്. അപ്പോ കിഫിൽ എന്നാൽ കപിലക്കാരൻ. കപിലക്കാരൻ കപിലവസ്തുവിലേക്ക് ചേർക്കപ്പെട്ട ആളാണ്. കപിലവസ്തുവിൽ അറിയപ്പെട്ട ഒരു പുണ്യപുരുഷനും ഒരു നവോത്ഥാന പുരുഷനും ആരാണ്?
ശ്രീബുദ്ധനാണ്. അപ്പൊ ഖുർആനിൽ പറയുന്ന ഈ ദുൽകിഫിൽ എന്നാൽ, ദുൽകിഫിൽ എന്ന അറബി വേർഡിന്റെ അർത്ഥം എന്താ? ദുൽകിഫിൽ എന്ന് ആ വേർഡിന്റെ അർത്ഥം എന്താണ്? കിഫിലുകാരൻ. കിഫിലി എന്ന വാക്ക് അറബി വെച്ചപ്പോൾ കിഫിലായി. അതേസമയത്ത് ആദ്യം ഇതിന്റെ പേര് കിഫിൽ എന്നായിരിക്കുകയും ചെയ്യാം. പിൽക്കാലഘട്ടത്തിലെ വാമൊഴിയിൽ കിഫിൽ എന്നത് എന്തായിട്ടുണ്ടാവും? കപില എന്നായിട്ട് മനസ്സിലാവേണ്ട പറഞ്ഞത്. അപ്പൊ അടിസ്ഥാനപരമായി ദുൽകിഫിൽ എന്ന ആ ഭാഷയുടെ അർത്ഥം തന്നെ കിഫിലിക്കാരൻ. കിഫിലി എന്നാൽ കപിലക്കാരൻ. കപില വസ്തുവിലെ ആൾ. കപില വസ്തുവിലെ ആളാരാണ്? ശ്രീബുദ്ധനാണ്. ഈ വാക്ക് ഖുർആൻ ദുൽകിഫിലിനെ പ്രഗത്ഭനായ നബിയാണ് ദുൽകിഫിൽ. അത് നമുക്ക് അറിയുന്ന കാര്യമല്ല, ഖുർആന്റെ പറയുന്നതല്ല. ഈ ഖുർആൻ രണ്ട് സ്ഥലത്ത് ദുൽകിഫിലെ പറയുന്നുണ്ട്. ഒന്ന് സൂറത്തുൽ അംബിയായിൽ 85-ാമത്തെ വചനവും സൂറത്ത് ഷാദിൽ 48-ാമത്തെ വചനവും. സൂറത്തുൽ അംബിയായിൽ ഇസ്മാഈല വ ഇദ്രീസ വദൽ കിഫിൽ കുല്ലും മിനസ് സ്വാലിഹീൻ. ഇസ്മാഈല വ ഇദ്രീസ വദൽ കിഫിൽ. കിഫിലുകാരൻ ഇസ്മാഈലും ഇദ്രീസും പിന്നെ ആരും? കിഫിലുകാരനും കുല്ലും മിനസ് സ്വാലിഹീൻ. അവരൊക്കെ സജ്ജനങ്ങളിൽപ്പെട്ട മഹാപ്രവാചകന്മാരിൽപ്പെട്ട ആളാണെന്നാണ് ഖുർആൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇദ്രീസും ഇസ്മാഈലൊക്കെ നബിമാരാണല്ലോ എന്നാണ് ഖുർആൻ. അതേപോലെ തന്നെ സൂറത്തുൽ അംബിയാ 55-ാമത്തെ വചനം, ഷാദിൽ 48-ാമത്തെ വചനം, ഇസ്മാഈല വൽ യസഅ വദൽ കിഫിൽ വകുല്ലും മിനൽ അഖ്യാർ. സൂറത്ത് ഷാദിലെ 48 ഇസ്മാഈലിനെ സ്മരിക്കുക, അൽയസഅയെയും വദൽ കിഫിൽ കിഫിലുകാരനെയും അവരെല്ലാം ഉന്നത സജ്ജനങ്ങളിൽപ്പെട്ട സമൂഹത്തിന് പരിവർത്തനം നടത്തിയ സമുന്നതരായ മഹാനേതാക്കളായി കഴിഞ്ഞു പോയവരാണ് എന്ന്. അപ്പൊ ഈ കിഫിലുകാരൻ ആര് തന്നെ ആയിരിക്കാനാണ് 90% ചരിത്രത്തെ പറയാൻ കഴിയുള്ളൂ. എന്നപ്പുറം പറയാൻ ചരിത്രത്തിന് കഴിയില്ല. ചരിത്രത്തിന് ഇങ്ങനെയുള്ള എവിഡൻസിൽ നിന്നാണ് ചരിത്ര കാര്യങ്ങൾ. അപ്പൊ അത് ഖുർആൻ ശ്രീബുദ്ധനെ തന്നെയാണ് പറഞ്ഞത്. ഭൂരിഭാഗം എങ്ങനെ നോക്കിയാലും അത് ശ്രീബുദ്ധൻ തന്നെ ആവാനാണ് സാധ്യത എന്ന അഭിപ്രായമാണ് അല്ലാമ താജുദ്ദീൻ അബുൽ ഫത്ഹ് മുഹമ്മദ് ബിൻ അബ്ദുൽ കരീം ഷഹ്റസ്ഥാനിയുടെ വീക്ഷണം. എവിടെ അൽ മിലൽ വനിഹ ഞാൻ സാന്ദർഭികമായി ഒന്ന് ഉദ്ധരിച്ചേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഒരുപാട് പണ്ഡിതന്മാർ ഈ അഭിപ്രായം, പഴയ പണ്ഡിതന്മാരും പുതിയ പണ്ഡിതന്മാരും ഒക്കെ ഈ അഭിപ്രായം പറഞ്ഞു. ഷഹ്റസ്ഥാനി എന്ന മുസ്ലിം ലോകത്തൊരു സർവാംഗീകൃതനായ ഒരു പണ്ഡിതനാണ്. അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ അംഗീകരിക്കപ്പെടുന്ന സുന്നിയാണ്, ഷാഫിഇയാണ്, അശ്അരിയാണ്, വലിയ അഹ്ലു സുന്നയുടെ വലിയ നേതാവാണ്. ബഹുമാനപ്പെട്ട ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പല പണ്ഡിതന്മാർ വേറെയും ഈ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ആ മഹാനെ സംബന്ധിച്ചിട്ടുള്ള പ്രത്യേകത എന്താണ്? ആ മഹാൻ റിലീജിയസ് സ്റ്റഡീസിൽ കമ്പാരിറ്റീവ് സ്റ്റഡീസിലെ പ്രഥമ ഗണനീയനായി ഗണിക്കപ്പെടുന്ന ഒരാളും അപ്രകാരം കോമൺ സൊസൈറ്റി മുഴുവനും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയുമാണ്. ഇത് വേറെയും ഉദാഹരണം പറയാം. ഖുർആൻ തീനിന് പറയുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് പറയാം. ഇതെല്ലാം കേവലം എന്റെ പ്രദേശത്തിന്റെ പേരെടുത്ത് പറഞ്ഞതാണെന്ന് വിചാരിക്കരുത്. ഇതിന്റെയൊക്കെ പിന്നിൽ ചില പുണ്യപുരുഷന്മാരുണ്ട്. ഹാദൽ ബലദിൽ അമീൻ നമുക്ക് അവിടെ ഇങ്ങോട്ട് വായിക്കാം. ഹാദൽ ബലദിൽ അമീൻ എന്നത് രണ്ടാളുടെ ഓർമ്മയാണ്. ഒന്ന് സയ്യിദ് ഇബ്രാഹിം, ഒന്ന് സയ്യിദ് മുഹമ്മദ്. അതായത് ഈ നിർഭയ പ്രദേശത്തിനെ തന്നെയാണ് സത്യം. ഏതാണ് ലോകത്തെ നിർഭയ പ്രദേശം? മക്കയാക്കിയത് രണ്ടാളാണ്. ഒന്ന് മക്ക എന്ന ഫൗണ്ടർ ഓഫ് സിറ്റിയാണ് ആര്? സയ്യിദ് ഇബ്രാഹിം. പിന്നെ ആ നാടിനെ ലോകത്തിന്റെ മുന്നിൽ അറിയിച്ചത് ആരാണ്? സയ്യിദ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഹാദൽ ബലദിൽ അമീൻ എന്നത് രണ്ടാളിലേക്കുള്ള സൂചനയാണ്. ഒന്ന് സയ്യിദ് മുഹമ്മദ് മുസ്തഫയും സയ്യിദ് ഇബ്രാഹിം. അതിന്റെ തൊട്ടുള്ള വാക്ക് എന്താ? തുരിസീൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. തുരിസീൻ എന്ന് പറഞ്ഞാൽ മഅബർ മൂസ. സയ്യിദ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പതിറ്റാണ്ടുകളോളം ഇസ്രായേലിന്റെ ജ്ഞാനവും ധർമ്മവും പഠിപ്പിച്ചത് സിനായി മരുഭൂമിയിലാണ്. അവിടെയാണല്ലോ എന്ത് അതൊക്കെ എവിടെയാണ് നടന്നത്? മാത്രമല്ല ഫറോവയുമായി അവർ രക്ഷപ്പെട്ടിട്ട് അവരുടെ പിന്നെ ഏറ്റവും വലിയ വിളനിലവും ബൗദ്ധികവും വൈജ്ഞാനികവുമായ അവിടുത്തെ ജീവിതകാലത്ത് മുഴുവൻ ചെലവഴിക്കുന്നത് പ്രബോധനവും ഒക്കെ നടക്കുന്നത് എവിടെയാണ്? അപ്പൊ അവിടെ മൂസയുടെ ഓർമ്മയാണ്. മറ്റടുത്ത് മുഹമ്മദ് ഇബ്രാഹിം. ഏറ്റവും തൊട്ടുമ്പോൾ എന്താ? സൈത്തൂൻ എന്നത് സയ്യിദ് ഈസയുമായി ബന്ധപ്പെട്ടതാണ്. ലോകത്തെ ഏറ്റവും നല്ല സൈത്തൂൻ ജെറൂസലേമിന്റേതാണ്. സുബ്ഹാനല്ലാഹി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു. ആ പരിസീന, അതായത് ഏതിന്റെ പരിസരം? ജെറൂസലേമിന്റെ പരിസരം. വിശാലമായ ജെറൂസലേം പരിസരം. ജെറൂസലേം കൊണ്ട് അറിയപ്പെട്ട മഹാനായ നബി ആരാണ്? സയ്യിദ് ഈസ. മനസ്സിലാവുന്നത് അവരെ പ്രസവിക്കപ്പെട്ടത് അവിടെയാണ്. അവരുടെ ഉമ്മാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണം കൊടുത്തത് അതിൽ നിന്നാണ്. ഭക്ഷണം കൊടുത്തത് ആ മണ്ണിൽ വെച്ചാണ്, നഖ്ലത്തിൽ നിന്ന്. ആ പ്രദേശം അറിയപ്പെട്ടതുമാണ്. എന്തുകൊണ്ട്? ആ പരിസരം മുഴുവൻ സൈത്തൂൻ. അപ്പൊ സൈത്തൂൻ ഉദ്ദേശിക്കുന്നത് ലോകത്തെ പുണ്യപുരുഷനായ സയ്യിദ്ന ഈസയാണ്. പിന്നെ അപ്പോൾ പിന്നെ വത്തീനിയോ? വത്തീനെ അറിയപ്പെടാനുള്ള വത്തീനെ കൊണ്ട് കൃത്യമായും അറിയപ്പെട്ടത് ദുൽകിഫിലാണ്. ജൂദിമലയിൽ സയ്യിദ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിയപ്പോൾ അവിടെ തീൻ ഉണ്ടായിരുന്നു എന്നുള്ള ഈ ഫായുടെ അഭിപ്രായമുണ്ട്. പക്ഷെ വളരെ കൃത്യമായി തീന് കൊണ്ട് അറിയപ്പെട്ട ഒരാൾ ശ്രീബുദ്ധനാണ്. തീന് കൊണ്ട് അറിയപ്പെട്ടത് ശ്രീബുദ്ധനാണ്. അത് തർക്കമില്ല. എന്തുകൊണ്ട്? ബോധിവൃക്ഷ ചുവട്ടിൽ നിന്നാണല്ലോ ബോധോദയം ഉണ്ടായത്. ആർക്ക്? ശ്രീബുദ്ധൻ. ആർക്ക്? ശ്രീബുദ്ധന്. ബോധിവൃക്ഷം എന്ന വൃക്ഷമില്ല. അതെന്താണ്? അത്തിയാണ്. ബോധോദയം കിട്ടിയപ്പോൾ ആ വൃക്ഷത്തിനും ആ വൃക്ഷത്തിൽ നിന്നുണ്ടായ പരമ്പരക്കും എന്ത് പേര് കൊടുത്തേ ഉള്ളൂ?